ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല. നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ വിസ്ക് ഉണ്ടല്ലോ, നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ആ വിസ്ക് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വിസ്കിൻ്റെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കമ്പി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആങ്കറാണ്. പഴയ ആങ്കർ ഉണ്ടാവില്ല, ഇങ്ങനെ വളഞ്ഞതും തിരിഞ്ഞതൊക്കെ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആങ്കറിൻ്റെ ഈ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ആങ്കറിൻ്റെ ഈ നീളമുള്ള സൈഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഒരു 4-5 ആങ്കർ മതി. നമ്മൾ ആ കട്ട് ചെയ്തതിനെ വിസ്കിൻ്റെ ആ രൂപത്തിലൊന്ന് അങ്ങോട്ട് വളച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന്. ഇനി ഒരു കുപ്പിൻ്റെ അടപ്പാണ് നമുക്ക് വേണ്ടത്. ആ കുപ്പിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിന്മേ നമ്മൾ ഇപ്പോൾ ഞാൻ 4 ആങ്കർ എടുത്തതുകൊണ്ട് 8 ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തണം, തുല്യ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ 5 എണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 തുല്യ ഭാഗങ്ങളാക്കിയാണ്ട് അടപ്പിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തി അവിടെയൊക്കെ ഓരോ ഓട്ട തുളക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കമ്പി എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഓട്ടകളായി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 8 ഓട്ടയും തുളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കമ്പി വളച്ചതില്ല, അത് ഒരു ഓട്ടയിൽ കൂടി ഇട്ടുങ്ങാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറ്റേ ഭാഗം, ഒരു ഭാഗം ഒരു ഓട്ടയിലിട്ടാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറ്റേ ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട കമ്പി നല്ലോണം വലിക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വരണം നമ്മൾ അടുത്തിടണ കമ്പി. അങ്ങനെ ഓരോ ഓട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇട്ടുകൊടുത്ത ഭാഗം മേലേക്ക് വരാണ്ടിരിക്കാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി അടുത്ത കമ്പി ഇടുക, അതിൻ്റെ ഒരു ഓട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ നേരെ മേലേക്ക് ആക്കിയിട്ട് താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഇടണ കമ്പികൾ ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കണം, എന്നാലേ ഇല്ലെങ്കിൽ അത് നമ്മൾ ഇട്ട പാടത്ത് തന്നെ മേലേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഒന്നായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ആ കമ്പി ഒന്ന് ഫുള്ളായിട്ട് അതിമ ചുറ്റിയെടുക്കുക. ഇനി കമ്പി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നൂലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ വിസ്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പിടുത്തം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുപ്പിൻ്റെ അടപ്പെടുത്ത് അതേ കുപ്പി ഉണ്ടാവില്ലേ, അതിൻ്റെ മേൽഭാഗം നമ്മൾ അടുപ്പ് തിരിച്ചിറക്കണ ആ ഭാഗം ഉണ്ടാവില്ലേ, മുകൾ ഭാഗം, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ ഈ അടപ്പിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അവിടെ ഒന്നിങ്ങനെ ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ കമ്പിയൊക്കെ ഇട്ട് വലിച്ചിനാൽ അടപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടും ഇതായിട്ടൊക്കെ ഉണ്ടാവും. അതൊന്ന് ലെവലായി ഇതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് നേരെ ആക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് പിടുത്തം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നമ്മൾ ഫയൽ ഉണ്ടാവില്ലേ, പഴയ ഫയലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ചട്ട ഉണ്ടാവില്ലേ, നല്ല കട്ടിയുള്ള ചട്ടയായിരിക്കുമല്ലോ. അപ്പോൾ ആ ചട്ടയിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര നീളം വേണം പിടുത്തം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതൊന്നും ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കിയ വിസ്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അടപ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ടൈറ്റായി നിൽക്കും, അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ വിസ്കിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗത്തും ഒരു ചെറിയൊരു പീസ് അതിൻ്റെ നമ്മളെ ഫയലിൻ്റെ ഷീറ്റിൻ്റെ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വിസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ, നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.